അൽ ഖുലുഖു കൻസുൽ ലാ യഫ്ന. സ്വഭാവം എന്നത് നശിച്ചു പോകാത്ത ഒരു നിധിയാണ്. മുസ്തഫ ലത്തീഫിൽ മംഫലൂത്തി എഴുതിയ സ്വഭാവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പാഠമാണിത്. അൽ ഖുലുഖു സ്വഭാവം എന്നാൽ ഹുവ ശുഊറുൽ മർഇ, ഒരു മനുഷ്യൻ്റെ ഫീലിംഗാണ്, അവൻ്റെ തോന്നലുകളാണ്. ബി അന്നഹു മസ്ഊലുൻ, അവൻ ഉത്തരവാദിയാണെന്ന തോന്നൽ. അമാമ ലമീരിഹി, അവൻ്റെ ഉള്ളിൽ, അവൻ്റെ ഹൃദയത്തിൽ. അമ്മാ യജിബു അൻ യഫ്അല, അവൻ ചെയ്യൽ നിർബന്ധമായ ഒരു കാര്യത്തിനെ തൊട്ട് അവൻ്റെ ഹൃദയത്തിൽ തന്നെ, അവൻ്റെ ആന്തരികാവയവത്തിൽ തന്നെ അവൻ ഉത്തരവാദിയാണെന്ന് ഒരു മനുഷ്യന് തോന്നുന്നതിനെ കുറിച്ചാണ് സ്വഭാവം എന്ന് പറയുന്നത്. ലിദാലിക, അതുകൊണ്ട് തന്നെ, ഇല്ലാ ഉസമ്മി അൽ കരീമ കരീമൻ, ഞാൻ ഒരു മാന്യനെ മാന്യനെന്ന് വിളിക്കുകയില്ല. ഹത്താ തസ്തവി ഇൻദഹു, അവൻ്റെ അടുക്കൽ തുല്യമാകുന്നത് വരെ. സ്വതക്കത്തു സിർരി വ സ്വതക്കത്തുൽ അനാനിയ, അവൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും അവൻ ചെയ്യുന്ന സ്വതക്കകൾ രണ്ടും തുല്യമാകുന്നത് വരെ ഒരാളെ ഞാൻ മാന്യനെന്ന് വിളിക്കുകയില്ല. വലർ റഹീമ റഹീമൻ, ഒരു കാരുണ്യവാനെ കാരുണ്യവാനെന്നും ഞാൻ വിളിക്കുകയില്ല. ഹത്താ യബ്കി ഖൽബുഹു, അവൻ്റെ ഹൃദയം കരയുന്നത് വരെ. ഖബ്ല അൻ തബ്കിയ ഐനാഹു, അവൻ്റെ രണ്ട് കണ്ണുകളും കരയുന്നതിന് മുമ്പ് അവൻ്റെ ഹൃദയം കരഞ്ഞാലേ ഞാൻ അവനെ റഹീമെന്ന് വിളിക്കുകയുള്ളൂ. വലൽ ആദില ആദിലൻ, ഒരു നീതിമാനെ നീതിമാനെന്നും വിളിക്കുകയില്ല. ഹത്താ യഹ്കുമ അൻ നഫ്സിഹി ഹുക്കുമഹു അൻ വൈരിഹി, ഹുക്കുമഹു നറ ഖബല ഹുക്കുമിഹി അൻ വൈരിഹി എന്നർത്ഥം വെച്ചാൽ മതി. ഒരു നീതിമാൻ മറ്റുള്ളവനെക്കുറിച്ച് വിധി പറയുന്നതിന് മുമ്പ് സ്വശരീരത്തെക്കുറിച്ച് വിധി പറയുന്നത് വരേക്കും ഞാൻ അവനെ നീതിമാൻ എന്ന് വിളിക്കുകയില്ല. വല സ്വാദിക്കൻ, ഒരു സത്യസന്ധത പുലർത്തുന്നവനെ സ്വാദിക്കെന്ന് വിളിക്കുകയില്ല. ഹത്താ യസ്തുക ഫി അഫ്ആലിഹി, അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ സത്യസന്ധത പുലർത്തുന്നത് വരെ. ഖബല സിദ്ഖിഹി ഫി അഖ്വാലിഹി, അവൻ്റെ വാചകങ്ങളിൽ അവൻ സത്യസന്ധത പുലർത്തുന്നതിന് മുമ്പ് പ്രവർത്തന പദത്തിൽ അവൻ സത്യസന്ധത പുലർത്തുന്നത് വരേക്കും അവനെ ഞാൻ സ്വാദിക്കെന്ന് വിളിക്കുകയില്ല. ലാ യൻഫഉൽ മർഅ, ഒരു മനുഷ്യന് ഉപകരിക്കുകയില്ല. അൻ യകൂന സാജിറഹു അനിശ്ശിർരി, തിന്മയെ തൊട്ട് മാറി നിൽക്കുക എന്നത് അവനിക്ക് ഉപകാരപ്രദമാവുകയില്ല. ഖൗഫുഹു, എന്തിനു വേണ്ടിയാണ് ആ തിന്മയെ തൊട്ട് അവൻ മാറി നിൽക്കുന്നത്? ഖൗഫുഹു മിൻ അദാബിൻ നാരി, നരകശിക്ഷ ഭയന്നുകൊണ്ട്. അതുപോലെ ഖൗഫുഹു മിൻ ഖാനൂനി, എന്തെങ്കിലും നിയമം ഭയന്നുകൊണ്ട്, പോലീസ് സംവിധാനത്തൊക്കെ പേടിച്ചുകൊണ്ടൊരു തിന്മയിൽ നിന്ന് മാറി നിൽക്കുക, അതൊന്നും അവനിക്ക് ഉപകാരപ്രദമാവുകയില്ല. മറിച്ച് അവനിക്ക് ഉപകാരപ്രദമാവുക വഇന്നമാ യൻഫഉഹു, അവനിക്ക് ഉപകാരപ്രദമാവുക അയ്യക്കൂന ലമീറുഹു ഖായിദഹുല്ലദീ യഹ്തദീ ബിഹി, അയ്യക്കൂന ലമീറുഹു, അവൻ്റെ അവൻ്റെ ഹൃദയം, ഖായിദഹു, അത് അവനെ നയിക്കുന്നവനാവണം, അവൻ്റെ ഹൃദയം. അല്ലദീ യഹ്തദീ ബിഹി, അതിലൂടെ അവൻ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തിലേക്ക് അവൻ എത്തിച്ചേരണം. അഥവാ ഉള്ളിൻ്റെ ഉള്ളിൽ അതിനോട് അവനക്ക് താല്പര്യം കാണിക്കണം. മറ്റൊന്നിനെയും ഭയന്നുകൊണ്ട് ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ അതിനോട് താല്പര്യം ചെയ്ത് ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അത് അവനക്ക് ഉപകാരപ്പെടുക. വമനാറുഹുല്ലദീ യസ്തനീറു ബി നൂരിഹി ഫീ ത്വരീഖി ഹയാത്തിഹി, അവൻ്റെ വെളിച്ചം, അല്ലദീ യസ്തനീറു ബിനൂരിഹി, ആ വെളിച്ചം കൊണ്ട് പ്രകാശിക്കണം. ഫീ ത്വരീഖി ഹയാത്തി, അവൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ, അത് അവൻ്റെ ജീവിതത്തിൽ തന്നെ ആ പ്രകാശം പരത്തണം. എങ്കിലാണ് അത് അവനിക്ക് ഉപകാരപ്രദമാവുകയുള്ളൂ. അൽ ഖുലുഖു വദ്ദംഅത്തുല്ലത്തി തതറഖറഖു ഫീ ഉയൂനിർ റഹീമി, സ്വഭാവം ഉവദ്ദംഅത്തുല്ലത്തി, അത് ഒരു കണ്ണുനീരാണ്. അല്ലത്തി തക്റക്റക്കു, അത് ഒഴുകുന്നു. ഫി ഉയൂനിർ റഹീമി, കാരുണ്യവാൻ്റെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീരാണ്.
സ്വഭാവം എന്ന് പറഞ്ഞാൽ. എപ്പോൾ കുല്ലമാ വക്കാത്ത് ഐനുഹു, അവൻ്റെ കണ്ണിനിക്ക് സംഭവിക്കുമ്പോൾ, അവൻ്റെ കണ്ണ് സംഭവിക്കുമ്പോൾ, അലാ മന്ദരിൻ, ഒരു കാഴ്ചയുടെ മേലിൽ, ഒരു കാര്യത്തിൻ്റെ മേലിൽ, മിൻ മനാദിരിൽ ബുഅ്സി, സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം അവൻ്റെ കണ്ണിൽ ദർശിക്കുമ്പോൾ ആ കാരുണ്യവാൻ്റെ കണ്ണിൽ നിന്നൊഴുകുന്ന ടിയർ, കണ്ണുനീരാണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ. മറ്റൊരു അർത്ഥത്തിൽ പറയുന്നത് അൽ ഹുലുക്കു, സ്വഭാവം എന്ന് പറഞ്ഞാൽ ഹുവൽ അറക്കു, അതൊരു വിയർപ്പാണ്. അല്ലത്തി യതസബ്ബബു, അത് ഒഴുകുന്നു, മിൻ ജബീനിൽ ഹയ്യി, ഒരു മനുഷ്യൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് ഒഴുകുന്ന വിയർപ്പാണ്. എങ്ങനെ? ഖജലൻ, അവനിക്ക് മടിയനായിട്ട്, അവനിക്ക് ലജ്ജിക്കുന്നവനായിട്ട്, അമാമസായിലിൽ മുഹ്താജി, ചോദിച്ചു വരുന്നവൻ്റെ മുന്നിൽ അവൻ ലജ്ജിക്കുക. അവനോട് ഒരു യാചകൻ അവനോട് വല്ലതും ചോദിക്കുന്ന സമയത്ത് അവനിക്കൊരു മടി, ഒരു അല്ലതി, എങ്ങനത്തെ ലായസ്തത്തിയോ റദ്ദുഹു, അതിനെ അവനിക്ക് റദ്ദ് ചെയ്യാനും കഴിയുകയില്ല. വലായസ്തത്യോ മൗനത്തുഹു, അവനെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കുകയില്ല. നമ്മുടെ മുന്നിലേക്ക് ഒരു യാചകൻ വരികയും ആ യാചകനോട് ഒന്നും കൊടുക്കാതെ തിരിച്ചയക്കാനും മടി, എന്നാലോ അവനെ സഹായിക്കാനും നമുക്ക് കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നെറ്റിത്തടത്തിൽ നിന്ന് വരുന്നൊരു വിയർപ്പുണ്ടല്ലോ, ആ വിയർപ്പിനെ കുറിച്ചാണ് മുസ്തഫ ലത്തീഫുൽ മൻഫലൂത്തി സ്വഭാവം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അൽ ഹുലുക്കു, വീണ്ടും പറഞ്ഞു തരാം മറ്റു രൂപത്തിൽ. അൽ ഹുലുക്കു, സ്വഭാവം എന്ന് പറഞ്ഞാൽ ഹുവ സ്വർഹത്തുൻ, അതൊരു അട്ടഹാസമാണ്, ഒരു ഷൗട്ടിംഗ് ആണ്. അല്ലത്തി യസ്റഹുഹ അശുജാവും, ഒരു ധീരൻ അതിനെ ഷൗട്ട് ചെയ്യുന്നു. ഫി വജിഹിമൻ, ഒരുത്തൻ്റെ മുഖത്തിലേക്ക് നോക്കിക്കൊണ്ട്. യജിത്തരിഉ, അവൻ ധൈര്യം കാണിക്കുന്നു. അല ഇഹാനത്തി വത്തനിഹി, തൻ്റെ രാജ്യത്തെ നിന്ദിക്കാൻ ധൈര്യം കാണിക്കുന്നു. അങ്ങനത്തെ ഒരുത്തൻ്റെ മുഖത്ത് നോക്കി ഷൗട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് സ്വഭാവം. അല്ലെങ്കിൽ അൽ അബസി, ആ രാജ്യത്തിനേക്ക് ഒരു ഉപകാരമില്ലാത്ത ഒരു പ്രവൃത്തി, അമലും ബിലാ ഫായിദ, ഒരു ഉപകാരമില്ലാത്ത പ്രവർത്തനം ചെയ്യുന്ന ഒരുത്തൻ്റെ മുഖത്ത് നോക്കി ശബ്ദിക്കുന്നതിനാണ് ബി കറാമത്തി കൗമിഹി, എന്തിനു വേണ്ടി? തൻ്റെ സമുദായത്തിനോടുള്ള ആദരവ് മാനിച്ച്, തൻ്റെ സമുദായത്തോടുള്ള സ്നേഹം കൊണ്ട് അവൻ ഈ രാജ്യത്തെ ഇൻസൾട്ട് ചെയ്യുന്നതിൻ്റെ മുഖത്ത് നോക്കി ഷൗട്ട് ചെയ്യുന്നതാണ് ഹുലുക്ക് എന്ന് പറയുന്നത്. ജുംലത്തുൽ ഖൗലി, ചുരുക്കത്തിൽ ഇതിൻ്റെ സമ്മറി പറഞ്ഞു വരുന്നത് ഇന്നൽ ഹുലുക്ക, സ്വഭാവം എന്ന് പറഞ്ഞാൽ അദാ ഉൽ വാജിബിൽ ദാത്തി, അവൻ്റെ സ്വന്തം ശരീരത്തോട് തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കലാണ്. ബി ഖത്ഇൻ നദിരി, അവൻ നദറ മുറിച്ചുകളെ നോക്കാതിരിക്കുക, തീരെ മെയിൻറ്റ് ചെയ്യാതിരിക്കുക. അമ്മ എത്രത്ത പോലെഹി, അവൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ വരുന്ന അതിൻ്റെ തറത്തുപാത്തുകൾ, മിനന്നത്തായി റിസൾട്ടുകളാൽ, അതിൻ്റെ ശേഷം വരുന്ന അതിൻ്റെ അനന്തരഫലങ്ങളെ കുറിച്ച് മെയിൻറ്റ് ചെയ്യാതെ സ്വശരീരത്തിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിനാണ് ഹുലുക്ക് എന്ന് പറയുന്നത്. ഫമൻ അറാദ അയ്യു അല്ലിമന്നാസ മക്കാരിമൽ അഖ്ലാഖി, വല്ലവരുത്തനും ജനങ്ങളെ ഒരു സൽസ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫൽയുഹി ലൊമാഇറഹും, അവർ അവരുടെ ഹൃദയങ്ങൾ ജീവിപ്പിക്കട്ടെ. ആദ്യം അവരുടെ സ്വശരീരത്തിൻ്റെ അവൻ്റെ ഉള്ളിൽ അത് പ്രാവർത്തികമാക്കട്ടെ. വല്യുസബ്ബിത്ത് ഫീ നുഫൂസിഹിം അശ്ശൂറ, അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ സ്വന്തത്തിൽ അവർ സ്ഥിരപ്പെടുത്തട്ടെ. അശ്ശൂറ, ഒരു തോന്നൽ, താല്പര്യം, ബിർറഅബത്തി, ആഗ്രഹങ്ങളോട്, ഷൂറ ബിർറഅബത്തി, ഒരു താല്പര്യം കാണിക്കുക. ഫിൽ ഫളീലത്തി, നല്ല കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും, വന്നുഫൂരി മിനൽ റദീലത്തി, ദുഷിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും അവൻ ചെയ്തു കൊള്ളട്ടെ.